ഒത്തിരി പ്രശ്നങ്ങൾ. മരം വെട്ട്, ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് നന്ദി പറയും, നിങ്ങളാണ് ഏറ്റവും സജീവമായി രംഗത്തോട് വന്നത്. കോവിഡിന്റെ മരണം, കടൽക്ഷോഭം, എത്രയോ പ്രശ്നങ്ങൾ, ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അത് ഈ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കോളേജ് കാലഘട്ടത്തെ രാഷ്ട്രീയം, മുഖ്യമന്ത്രിയാണോ കോളേജ് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പത്രസമ്മേളനം നടത്തി 5-10 മിനിറ്റ് 6 മണിക്ക് എല്ലാ ദിവസവും പത്രസമ്മേളനം അവസാനിക്കുന്ന സ്ഥലത്ത് 20 മിനിറ്റ് നീട്ടിക്കൊടുത്ത് കോളേജ് രാഷ്ട്രീയം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപക്വമാണ് ഇതെല്ലാം. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച പ്രവർത്തനമല്ല ചെയ്യുന്നത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഇത്തരം ഇന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയമുണ്ട്, വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയമല്ല വിഷയങ്ങളുണ്ട്. അതൊന്ന് മരംപെട്ട്, ഒന്ന് കോവിഡിന്റെ മരണം, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്നലെയും കൂടിയിട്ട് എന്താ തീരുമാനിച്ചത്? മരം വെട്ട് കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് തീരുമാനിച്ചത്. ഞങ്ങൾ പ്രതികരിക്കുക. ആ വിഷയം ഇപ്പൊ ഞാനിവിടെ പറയുന്നില്ല, ഞാൻ ഈ സ്ഥലത്ത് പോയി കണ്ടു പറയാമെന്ന് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പൊ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ പ്രതികരിക്കാതെ ഇതിൽ നിന്നും ജനശ്രദ്ധ മാറ്റി കോളേജ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അപക്വമാണ്. അത്തരം പ്രവർത്തനം ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ ഞാൻ വിനയപരിശ്രമം ഓർക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യാപകമായ ഒരു ഭീതി, ഒരു പാൻഡമിക് വരുമ്പോൾ ആ പാൻഡമിക്കിൽ മരിച്ചവരുടെ കണക്കുകൾ, കൃത്യമായ കണക്കുകൾ പുറത്തുവിടാതെ എന്നതിനു വേണ്ടി അത് ഇപ്പൊ ഗവൺമെന്റ് കുറച്ചുകൂടെ, സംസ്ഥാന ഗവൺമെന്റ് കുറച്ചുകൂടെ കൂടി പുറത്തുവിടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? മരിച്ചവരുടെ കുടുംബത്തിന് സഹായം വർദ്ധിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റും മറ്റു പല കാര്യങ്ങളും. അപ്പോഴാണ് ഇതിനെ കുറച്ച് കണക്ക് കൂടി പുറത്തുവിട്ട് ഞങ്ങൾ താഴെ കയറ്റിയിരുന്നു. അപ്പൊ മരിച്ചവരുടെ കണക്കുകൾ കൃത്യമായി പുറത്തുവിട്ടതിന് വരാൻ പോകുന്നത് എന്താണ്? ഒന്ന്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മറ്റൊട്ടേറെ സോഷ്യൽ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഈ കോവിഡ് മൂലം മരിച്ച പലർക്കും കിട്ടാതെ വരുന്നു. കണക്ക് പൂത്തിലേക്ക് മുഴുവൻ കണക്ക്. മറ്റൊരു വശം കൂടി നമുക്കറിയാം, ഒരു പാൻഡമിക് വരുമ്പോൾ നമുക്കറിയാം പല പാൻഡമിക്കിനെയും മാനവരാശി പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലരും വായിച്ചും കേട്ടും ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറയുന്നു, അതിൽ മരണസംഖ്യയ്ക്ക് ഒരു പ്രാധാന്യം, എത്ര പേർ മരിച്ചു എന്നറിയാം. കാരണം കോവിഡ് ഒരു പുതിയ രോഗമാണ്. അതിനെക്കുറിച്ച് ഒട്ടേറെ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങനെ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുമ്പോഴാണ് ഇതിന്റെ മരണസംഖ്യ അറിയുമ്പോഴാണ് ഇതിന്റെ പ്രകടശേഷിയെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതെല്ലാം അവയവങ്ങൾക്കാണ് ഇത് ബാധിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊക്കെ ഒരു ശാസ്ത്രീയമായ പഠനം വേണമെങ്കിൽ സ്വാഭാവികമായും മരണസംഖ്യയെക്കുറിച്ച് അറിയണം. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയുന്നു. പല രാജ്യങ്ങളിലും ഈ മരണസംഖ്യ കുറച്ചുകൊണ്ടുവരാൻ കാരണം വാക്സിനേഷൻ ശക്തിപ്പെടുത്തിയതുകൊണ്ടാണ്. ഇന്ത്യയിൽ ശ്രീ മോഡി എന്തെല്ലാം അവകാശപ്പെട്ടാലും ഇന്ന് ഉത്പാദിപ്പിക്കുന്ന വാക്സിന്റെ കണക്കും ഇന്ത്യയിലെ പോപ്പുലേഷൻ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 2022 ഓഗസ്റ്റ് ആയാലും ഇവിടെ മുഴുവൻ ആളുകൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്താ WHO പറഞ്ഞത്? 2021 ഓഗസ്റ്റ് മാസത്തേക്ക് ആകുമ്പോഴെങ്കിലും 70% ആളുകൾക്ക് വാക്സിനേഷൻ കൊടുത്താൽ മാത്രമേ ഇതിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റൂ എന്നാണ് WHO പറഞ്ഞത്. അതനുസരിച്ചാണ് മറ്റു പല രാജ്യങ്ങൾ നടപ്പാക്കിയത്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ അവിടെ ഉത്പാദിപ്പിക്കുന്ന ഡോസ് പോരാഞ്ഞിട്ട് അവർ ഓർഡർ കൊടുത്തു. എന്ന് ഓർഡർ കൊടുത്തു? കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അമേരിക്ക ഓർഡർ കൊടുത്തത് 40 കോടി ഡോസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് ഓർഡർ കൊടുത്തത്. യൂറോപ്യൻ യൂണിയൻ ഓർഡർ കൊടുത്തത് 80 കോടി ഡോസാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ. ഇന്ത്യയിൽ കൊടുത്തത് 14 കോടി ഡോസാണ്. 16 കോടി ഡോസ്. വാക്സിനേഷൻ നയത്തൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വാക്സിനേഷൻ നയം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഇപ്പോഴാണ് സൗജന്യ വാക്സിൻ കൊടുക്കുന്നു പറഞ്ഞത്. പക്ഷെ ഇനി എത്ര ശ്രമിച്ചാലും വേണ്ടത്ര രീതിയിലുള്ള വാക്സിൻ ഇല്ല. ദീർഘവിഷ്ണമില്ലായ്മയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെയും
ക്ഷമിക്കണം, സംസ്ഥാന ഗവൺമെന്റിന്റെയും യുക്തവും സമയോചിതവുമായ ഇടപെടലുകൾ പലപ്പോഴും ഈ രംഗത്ത് പാളിപ്പോയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നത്. അതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റമാണ് മരണം പൂഴ്ത്തിവെക്കുന്നത്. പൊട്ടക്കണക്കുകൾ പറഞ്ഞ് മരിച്ചവരെ അവരുടെ കുടുംബത്തെയും അപമാനിക്കത്തക്ക രീതിയിലുള്ള സമീപനം ഈ ഗവൺമെന്റ് നടത്തുന്നതിൽ നിന്നും പിന്തിയാണ് ഗവൺമെന്റ്. ഇനിയെങ്കിലും ഗവൺമെന്റ് ഉണർന്ന് ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥം ജനങ്ങളോട് പറയണം. മെയ് 1 തൊട്ട് 10 വരെയുള്ള 10 ദിവസങ്ങളിൽ ശരാശരി മരണം 52 പേരാണ്. അത് മെയ് 11 തൊട്ട് 20 വരെയുള്ള 10 ദിവസങ്ങളിൽ ശരാശരി മരണം 97 വർദ്ധിച്ചു. 21 തൊട്ട് 30 വരെയുള്ള 10 ദിവസങ്ങൾ അത് 179 വർദ്ധിച്ചു. 31 തൊട്ട് 9 തീയതി വരെ ആ ശരാശരി മരണം 163 വർദ്ധിച്ചു. മെയ് 8 തീയതി ഒറ്റ ദിവസം 64 പേരെ മരിച്ചത്. അത് 15 96 19 112 പേര് മരിച്ചു ഒരു ദിവസം. ജൂൺ 3 വന്നപ്പോൾ അത് 213, ജൂൺ 5 വന്നപ്പോൾ അത് 209, ജൂൺ 6 വന്നപ്പോൾ അത് 227, ജൂൺ 7 വന്നപ്പോൾ അത് 219. അപ്പൊ മരണത്തിന്റെ കാര്യത്തിൽ ഒരു ദിവസമുള്ള മരണം വർദ്ധിക്കുന്നു, ശരാശരി മരണം വർദ്ധിക്കുന്നു. അപ്പൊ ഇത്രയും കോവിഡ് മൂലം ഉണ്ടായ മരണം എങ്ങനെയുണ്ടായി? അവിടെയാണ് എവിടെയൊക്കെയോ ചില പാളിച്ചത്. ഈ മരണത്തിന് അതിന്റെ മറ്റൊരു കണക്ക് കൂടി പറയാം. ആ കണക്ക് വരുമ്പോൾ അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കി. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതും ഞാനിവിടെ ആവർത്തിക്കുന്നതും മരണസംഖ്യയുടെ കണക്കുകൾ തെറ്റാണ്. മരണസംഖ്യ പൂഴ്ത്തിവെക്കുന്നുണ്ട്. അത് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണ്. ഞാനിവിടെ ആവർത്തിക്കുന്നു. അത് പറയാൻ കാരണം ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ കണക്കിന്റെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ 2-3 ജില്ലകളുടെ പറഞ്ഞു. ഒന്ന് ജില്ല മലപ്പുറമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ജില്ല. മലപ്പുറത്ത് ജൂൺ 1-ന് 1720 പേരാണ് പോസിറ്റീവായത്. അന്ന് മരണം 4 പേര്. ജൂൺ 15-ന് അവിടുത്തെ പോസിറ്റീവ് 1687. അന്ന് 64 പേര് മരിച്ചു. അടുത്താണ് ഏറ്റവും പ്രധാനം. ജൂൺ 11-ന് 2306 പേര് പോസിറ്റീവായി മരിച്ചു. ഒരാൾ മരിച്ചു. 13-ന് 1066 പേർ പോസിറ്റീവായി 52 പേര് മരിച്ചു. അപ്പൊ രോഗികളുടെ പോസിറ്റീവ് എണ്ണം കൂടുമ്പോൾ മലപ്പുറത്ത് ഒരാളെ മരിച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് കണക്കാണ്. അതേ സമയത്ത് ഞാൻ വൈരുദ്ധ്യം ഞാൻ മനസ്സിലാവാത്ത കണക്കാണ്. അതേ സമയത്ത് ട്രിവാൻഡ്രം ജില്ല പോപ്പുലേഷൻ കുറഞ്ഞ ജില്ലയാണ്. കുറച്ചുകൂടി കോവിഡിന്റെ പ്രോട്ടോകോൾ പ്രകാരവും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനത്തിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ജില്ലയാണ്. അവിടെ ജൂൺ 1 മുതൽ 17 തീയതി വരെ മരിച്ചവരുടെ എണ്ണം 740. മറ്റേ മലപ്പുറത്ത് ഈ കാലയളവിൽ മരിച്ചവരുടെ എണ്ണം 220. അപ്പൊ ഇതിന്റെ കണക്കിൽ എവിടെയോ ചില പാലിച്ചത്. അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ കോവിഡിന്റെ കണക്കിന് ഗവൺമെന്റ് പുറത്തുവിടുന്ന പൊട്ട കണക്ക്. എന്ത് ICMR നിർദ്ദേശമുണ്ട്, WHO നിർദ്ദേശമുണ്ട്. ICMR-ഉം WHO-യും അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരം രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയിരിക്കണം മെനോം സർട്ടിഫിക്കറ്റ്. അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ എത്ര മരണം നടന്നു എന്ന് തീരുമാനിക്കുന്നത് രോഗിയെ ചികിത്സിച്ച ഡോക്ടറല്ല, ഒരു ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. എവിടെ? ട്രിവാൻഡ്രത്ത്. ആ ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയാണ് ഇവിടുത്തെ മരണം സ്ഥിരീകരിക്കുന്നത്, മരണത്തിന്റെ കണക്ക് നോക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിയമസഭയിൽ ഇത് വന്നു ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഇത് ICMR-ന്റെയും WHO-യുടെയും ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ, അതാണ് സാമാന്യ നീതി, ചികിത്സിക്കുന്ന ഡോക്ടർ മരണം സ്ഥിരപ്പെടുത്തണം. അതിന്റെ കണക്ക് പറഞ്ഞു.
ഗവൺമെന്റ് പറഞ്ഞത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. പക്ഷെ എനിക്ക് കിട്ടിയ വിവരം ഇപ്പോഴും അതിന്റെ കണക്ക് ഡോക്ടറല്ല പറയുന്നത്. സ്റ്റേറ്റ് തലത്തിൽ ഉണ്ടായിരുന്ന ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റി ആയിരുന്നു നേരത്തെ തീരുമാനിച്ചതെങ്കിൽ ഇതിപ്പോ ജില്ലാ തലത്തിലേക്ക് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും ഡോക്ടർമാർക്ക് രമേശ് ചെന്നിത്തല ഇവിടെ KPCC പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ദേശീയ രാഷ്ട്രീയത്തെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ നല്ല പാരമ്പര്യമുള്ള വ്യക്തിയാണ്. ദീർഘകാലം അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സേവനം, അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം ആ തലത്തിൽ വേണം എന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വിജയകരമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു.